അല്ലാഹുവിന്റെ റസൂലിന്റെ ആ മാർഗത്തിൽ ജീവിച്ച് കടന്നു വരുന്ന സ്വഭാവത്തിന്റെ ഉടമയായ അബ്ദുൽ ഖാദിർ എന്ന കുട്ടിയെ കുറിച്ച് ഖാലി മുഹമ്മദ് എന്നവർ മുഹീദ്ദീൻ മാലയിൽ പറയുകയാണ്. പകൽ സമയത്ത് മുലപ്പാൽ കുടിച്ചില്ല. ഇതാ സത്യസന്ധരുടെ സ്വഭാവം എന്ന് പറയുന്നത് ചെറുപ്പം മുതലേ അല്ലാഹു കടഞ്ഞെടുക്കുകയാണ്. റമളാനിന്റെ മാസപ്പിറവിയിൽ സംശയം ഉദിച്ച കാലയളവിലാ അന്നാട്ടുകാര് മുഴുവൻ വന്ന് റമളാനാണോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടി ചോദിച്ചതാ അബ്ദുൽ ഖാദിർ എന്ന് പറയുന്ന കുട്ടിയോടായിരുന്നു. ആ കുട്ടി ഇങ്ങനെ വളർന്നു വരുമ്പോ പരിശുദ്ധ ദീനിനെ ഹയാത്താക്കാൻ ഒരുപാട് ഇൽമു സമ്പാദിക്കണമെന്നുള്ള വലിയ അശരീരിയും ബോധനവും ഉണ്ടായി. ബഗ്ദാദിലേക്ക് പുറപ്പെടുമ്പോ മാതാവ് 40 പൊന്നെടുത്തിട്ട് മടിശീലയിൽ കെട്ടിവെച്ച് കൊടുത്ത സംഭവം നമുക്കൊക്കെ പരിചിതമാണല്ലോ, നീട്ടി വലിച്ചു പറയേണ്ടതില്ലല്ലോ. അതുമായി കടന്നു പോകുമ്പോ ഇടയിൽ വെച്ച് കൊള്ള സംഘം പിടികൂടി. മഹാനവറുകളോട് ആ കുഞ്ഞു ബാലനോട് ചോദിച്ചു, എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ കളവ് പറയല്ല എന്നും ചെന്നാരെ കള്ളന്റെ കയ്യില് പൊന്ന് കൊടുത്തോവാർ. ഇതാ സത്യസന്ധരെന്ന് പറഞ്ഞാൽ ഒരിക്കലും ജീവിതത്തിൽ മാലിന്യ സ്വഭാവങ്ങളില്ല. അല്ലാഹു കടഞ്ഞെടുക്കുകയാ, അല്ലാഹു തെരഞ്ഞെടുക്കുകയാ, അല്ലാഹു അനുഗ്രഹത്തിന്റെ വക്താക്കളാക്കുകയാണ്. ആ കള്ളന്മാരുടെ മുന്നിൽ പോലും പതറാതെ ചിതറാതെ തകരാതെ തളരാതെ ഉറക്കെ വിളിച്ചു പറഞ്ഞു, എന്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ട് കളവ് പറയരുതെന്ന ആ ഒരൊറ്റ വാക്ക് കൊണ്ട് സത്യസന്ധതയുടെ നായകനായപ്പോ 60ഓളം വരുന്ന കൊള്ള സംഘത്തിന്റെ കള്ളന്മാരായ മോഷ്ടാക്കളായ ആളുകള് പിൽക്കാലത്ത് ശൈഖ് ജീലാനി തങ്ങളുടെ മുരീദുമാരായെങ്കിൽ ഇതാ സത്യസന്ധരെന്ന് പറയുന്നത് ഞാൻ വിശദീകരിക്കേണ്ടതില്ലല്ലോ. ഒന്നാമത് അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ ലഭിച്ചവർ പ്രവാചകന്മാരാണ്.